ഞാൻ വീണിട്ട് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ചേട്ടത്തിയുടെ ദേഹത്തൂടെ ഇങ്ങനെ വണ്ടി കയറി പോകുന്നതാണ് ഞാൻ കാണുന്നത്. നമ്മളെങ്ങനെ ഡോക്ടറിനെ വിളിക്കും? അപ്പോൾ അവൻ ചെയ്തതിനെക്കാട്ടി വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഡോക്ടറൊന്നും അവളെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ ഡോക്ടറുടെ പരിപാടി അതല്ല കാണിച്ചത്. എൻ്റെ ഉമ്മായ ഒരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മാക്കും ഉണ്ടായിരുന്നു 2 പെൺമക്കൾ. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടു പോയത്. ആ മോനെ ഇട്ടിട്ടല്ലേ അവള് ഓണം ആഘോഷിക്കാൻ പോയത്. അവള് MDMA-ക്കൊക്കെ അടിമയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ഭുതകരമായിട്ടാണ് ഫൗസി രക്ഷപ്പെട്ടത്. ആ ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ തികട്ടുന്നുണ്ടല്ലേ? പിന്നെ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മരണം വരെയും അതിൻ്റെ മനസ്സിൽ തന്നെ കാണും. അവസാനമായിട്ട് ഈ കുഞ്ഞുമോൾ നിങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അവസാനമായിട്ട് ഞങ്ങൾ നബിദിനത്തിന് സാധനം മേടിക്കാൻ പോയതാ, പള്ളിയിലേക്ക് ഉജീനം കൊടുക്കാനായിട്ട്. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിയുടെ പുറകെ കയറി സാധനം മേടിച്ച് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ വണ്ടി വന്ന് പെട്ടെന്ന് എന്തോ ഓർമ്മ പെട്ടെന്ന് വന്ന് വണ്ടിക്കകത്ത് വന്ന് അങ്ങ് ഇടിക്കുകയായിരുന്നു ഇരുന്ന്. പിന്നെ എന്തോ ഞാൻ എങ്ങനെ വീണേന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. വീണിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ ചേട്ടത്തിയുടെ തിരിഞ്ഞിങ്ങനെ നോക്കിയതും ചേട്ടത്തിയുടെ ദേഹത്തൂടെ വണ്ടി ഇങ്ങനെ കയറി പോവുക ചെയ്യുന്നത്. ഞാൻ ഓടി കുഞ്ഞോളത്തോന്നും പറഞ്ഞ് ഓടി കുഞ്ഞോളത്തെ അടുത്ത് ചെന്ന് ആ കുഞ്ഞോളത്തെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കങ്ങ് ആ കിടത്ത കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഒരു ഓർമ്മയും ഇല്ല. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ. ഈ പിന്നെ ഡോക്ടറെയും അതുപോലെ മുമ്പ് ഇരിക്കുന്നതിനെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. കാരണം ഒന്നും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് എല്ലാം ഒരു നിമിഷം കൊണ്ടായിരുന്നു നടന്നത്, സംഭവിച്ചത്. എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക്. പിന്നെ ഞാൻ അതാ പറഞ്ഞ എഴുന്നേറ്റപ്പോൾ ഞാൻ വീണിട്ട് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ചേട്ടത്തിയുടെ ദേഹത്തൂടെ ഇങ്ങനെ വണ്ടി കയറി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും അതിനുശേഷം ഉറക്കം പോലും നഷ്ടപ്പെട്ടു? ഇല്ല, ഉറക്കമില്ല, ഒട്ടും ഉറക്കമില്ല. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഉറക്കമില്ല. രാത്രി ചെന്ന് കിടന്നാലും പകലായാലും ഒന്നും എനിക്ക് ഉറക്കമില്ല. എന്തായാലും ശരിക്കും പറഞ്ഞാൽ അവനൊന്നും മനസ്സ് വിചാരിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഡോക്ടർ മനസ്സ് വിചാരിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെ വെച്ച് നമ്മുടെ കൂടെ കണ്ടേ. ഇത്രയും പോലും ഞാനാണ് വീഡിയോ കണ്ടതിന് ശേഷം ഞാനാണ് നല്ലതായിട്ട് തെറിച്ച് പോയേക്കുന്നത്. ചേട്ടത്തി അങ്ങോട്ടങ്ങ് വീഡിയോ ചെയ്തത്. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ചേട്ടത്തിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു. ചിലപ്പോൾ ഇതുപോലും പറ്റത്തില്ലായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എനിക്ക് ഞാനാ തെറിച്ച് പോയി വീണത്. ഇതാണ് ഫൗസിയുടെ അനുഭവം. നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തി. ഇതാണ് കുഞ്ഞുങ്ങളെ വെച്ചൊരു ഹസ്ബൻഡ്, ഇതാണ് ചേട്ടൻ, ഇത് അനിയൻ, ഹസ്ബൻഡിൻ്റെ അനിയൻ, ഇത് അനിയനാണ്. ഇതാണ് മക്കളല്ലേ, 2 പേര്. പിന്നെ കുഞ്ഞോളെ വെച്ചിട്ട് 2 മക്കളാണ് അല്ലേ, 2 പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോയി അമ്മ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ യാത്രയാക്കുന്നു. തിരിച്ചു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടാണ്. എങ്ങനെ സഹിക്കാൻ പറ്റുമല്ലേ? ഇതുപോലെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇത്രയും പേരും ഇങ്ങനെ ഇരിക്കുക. സന്തോഷത്തെ നല്ല കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങി തിരിഞ്ഞതാ. പിന്നാണ് അറിയുന്നത് ആക്സിഡന്റ് നടന്നെന്നും. നമ്മൾ അറിയുന്നില്ല ഉമ്മിച്ചാണെന്നുള്ളത്. ഓടിച്ചെല്ലുമ്പോഴും ഞാൻ ഓടിച്ചെല്ലുമ്പോഴും കാണുന്നത് റോഡിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ഉമ്മിച്ചായയാണ്. ഇവിടുന്ന് പോയ ഒരു രീതിയല്ല എൻ്റെ ഉമ്മിച്ചായ അവിടെ ഞങ്ങൾ കണ്ടത്. അങ്ങനെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതുമല്ല ഇത്ര പെട്ടെന്നൊക്കെ. ഇന്ന് ഞാനാ കൊണ്ടുപോയത്, ഹോസ്പിറ്റലിൽ കൂടെ പോയതും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനൊക്കെ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണ് നമ്മളെല്ലാം ആകാംക്ഷ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ നീതി അല്ലെങ്കിൽ നിയമമൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. കാരണം നല്ലൊരു വക്കീലും കൈ നിറച്ച് പൈസയും ഉണ്ടെങ്കിൽ ഏത് കേസിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞുമകളുടെ ഹസ്ബൻഡിനോട് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ശ്രീക്കുട്ടി പുറത്തായി ജാമ്യം കിട്ടി. ഇനി എന്താണ് ഇവർക്കൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊരി പഠിച്ച് പോകാൻ പൊക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ അവർക്ക് ജാമ്യം കിട്ടുന്ന അടുത്ത് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. ആ ഒരു പ്രതീക്ഷയുണ്ട്, നിയമത്തിൽ പ്രതീക്ഷയുണ്ട് തീർച്ചയായും. ഈ ശ്രീകുട്ടിക്ക് ഇതിനകത്ത് ഈ പറയുന്ന തെളിവുകളൊക്കെ നിരത്താൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്, അല്ലെ വക്കീൽ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? അങ്ങനെ അത് കോടതിയില്ലേ തീരുമാനിക്കട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനം. നാളെ മറ്റേ അജുമെൻ്റ് ജാമ്യാപേക്ഷ അപ്പോൾ അതിലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് തീരുമാനിക്കും. ശരിക്കും എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡോക്ടറിന്? ഇല്ല, അവർക്ക് ജാമ്യം കിട്ടിയതിൽ വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പം എന്ത് കൊലപാതകം ചെയ്താലും ജാമ്യം കിട്ടുന്നതിന് വലിയ താമസമൊന്നുമില്ല. അപ്പോൾ അവനും ജാമ്യം കിട്ടും, അത് നമുക്കും അറിയാം. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇവിടുന്നല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് 1-2 തവണ തള്ളുമായിരിക്കും. അത് കഴിയുമ്പോൾ അവനും ജാമ്യം കിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ നിയമം അതാ. ആരെ കൊന്നാലും ജാമ്യം കിട്ടുന്നതിന് വലിയ പാടൊന്നുമില്ല. കൈ കാശുണ്ടെങ്കിൽ ജാമ്യം കിട്ടും. ഇതിനകത്ത് ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ആ പുറകിലാണ് ഈ പറയുന്ന ഡോക്ടർ ഇരിക്കുന്നത്, മുമ്പിൽ അവൻ ഓടിക്കുന്നു. അപ്പം കേട്ടില്ലേ എന്ന് പറഞ്ഞെന്നാണ് ഈ പറയുന്ന ഡോക്ടറുടെ അമ്മ പറഞ്ഞേക്കുന്നത്. ഒരിക്കലും വേണമെങ്കിൽ അങ്ങനെ അട്ടിമറിച്ചൂടെ? പറഞ്ഞില്ലേ,
ഇവിടെ ദൃക്സാക്ഷികൾ കേട്ടവരും ആ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നവരും പറഞ്ഞവരും ഉണ്ട്. അമ്മ വീട്ടിൽ ഇരുന്ന് ബോധമില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ പറയുന്നത് എൻ്റെ മോള് നിരപരാധിയാണ്, അവരുടെ മോന് കാത്തിരിക്കുവാണെന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ? ആ മോനെ ഇട്ടിട്ടല്ലേ അവള് ഓണം ആഘോഷിക്കാൻ പോയത്. ആ അവള് MDMAക്കൊക്കെ അടിമയാണ് അവളും അവനും. അവൻ ഈ കോളേജുകളിലെല്ലാം ഇത് വിതരണം ചെയ്യുന്നുണ്ടെന്നെല്ലാം പോലീസിനെല്ലാം അന്വേഷണത്തിൽ വിവരണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേസും കാര്യങ്ങളും നമ്മളെന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അവനിപ്പം ജാമ്യം കിട്ടിയാലും നമ്മൾ കോടതിയായിട്ട് ഇതിൻ്റെ കേസും കാര്യങ്ങളായിട്ട് നിയമപരമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ചെയ്യും. ഇതെന്തായാലും അവൻ്റെ അജ്മലിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് പോലീസ് ഉറപ്പിച്ച് ഒരു 7-8 കേസുണ്ട്, പക്ക ക്രിമിനലാണെന്ന് പറയുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു മനസാക്ഷി, ഒരു ഡോക്ടറാണ്, സമൂഹത്തെ സേവിക്കാനുള്ള ആളാണ് ഈ പറയുന്ന ശ്രീകുട്ടി ഡോക്ടർ, എന്തെങ്കിലും മനസാക്ഷി ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചി വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു അനുഭവം വെച്ച്? ഒരിക്കലും ഒരു സ്ത്രീയാ എൻ്റെ ചേട്ടത്തി, അതൊരു എന്ത് പറയാ, അവളൊരു സ്ത്രീ അല്ലെങ്കിൽ മനസ്സിലാക്കണം. എനിക്കറിയാൻ വയ്യ. ഞാൻ ഒരിക്കലും എന്തായാലും ഒരു ശിക്ഷ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ശ്രീകുട്ടിക്ക്? തീർച്ചയായിട്ടും കിട്ടണം. കിട്ടണം. അല്ല, തെളിവുകളൊക്കെ നിരത്തുവാണെങ്കിൽ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ശക്തനായ ഒരു വക്കീലിനെ കൊണ്ടൊക്കെ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവപ്പെട്ട നമുക്ക് പറ. സാക്ഷികളും തെളിവുകളും ഉണ്ടായിട്ടും ജാമ്യത്തിൽ ഇറങ്ങി. എൻ്റെ ഉമ്മായ ഒരു സ്ത്രീയായിരുന്നു. അവളും ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയിൽ ഇറങ്ങിയെന്ന ഇന്നലെ വാർത്തയ്ക്കകത്ത് കണ്ടത്. അതിന് എൻ്റെ ഉമ്മായ ഒരു സ്ത്രീയാ. എൻ്റെ ഉമ്മാക്കും ഉണ്ടായിരുന്നു 2 പെൺമക്കൾ. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ ഉമ്മാക്കപ്പോൾ ഒരു വിലയില്ലായിരുന്നു. കുറ്റം ചെയ്തവർ ഇനിയിപ്പോൾ ഇറങ്ങും, 2 പേരും ഇറങ്ങും. ഇവിടെ അന്തസ്സായിട്ട് അവർ നടക്കുകയും ചെയ്യും. ഇനി ഞങ്ങളിരുന്ന് ദുഃഖിക്കണം, ഞങ്ങളുടെ ദുഃഖമാണ്. അവർക്ക് ശിക്ഷ ഇടാൻ ജാമ്യത്തിൽ ഇറങ്ങും. പേരിന് വേണ്ടി കുറച്ച് നിർത്തിയെന്ന് പറയാം ജയിലിൽ. ഇനിയിപ്പോൾ എല്ലാവരും എന്തായാലും ഇറങ്ങുമല്ലോ. നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടുമോ? എന്തായാലും നിങ്ങൾ ഏതറ്റം വരെയും പോകും. അവളെ ഡോക്ടർ ആയാലും എന്തായാലും പേര് അവൾക്ക് ഒരിക്കലും അനുയോജ്യമല്ല. ഡോക്ടറൊന്നും അവളെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ ഡോക്ടറുടെ പരിപാടി അതല്ല കാണിച്ചത്. ഒരു ഡോക്ടർ ചെയ്യേണ്ട രീതി അല്ലല്ലോ അവൾ കാണിച്ചത്. അപ്പം പിന്നെ അവളെ എങ്ങനെ ഡോക്ടറൊന്ന് വിളിക്കണ്ടേ? അതുകൊണ്ട് നിയമത്തിന് ഞങ്ങൾ എന്തായാലും മുന്നോട്ട് തന്നെ പോകും. ഇതൊന്നും അവനെന്ന് വിചാരിച്ചില്ലെങ്കിൽ അവളെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ ചെറിയൊരു പരിക്കോടുകൂടി കുഞ്ഞുമോൾ രക്ഷപ്പെട്ടേനെ അല്ലേ? നമ്മളിവിടെ കണ്ടേ രക്ഷപ്പെട്ടേനെ. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചേട്ടത്തിക്ക് വരുത്തേയുള്ളായിരുന്നു. ഞങ്ങൾക്ക് ജീവനോടെ കാണാൻ കിട്ടുമായിരുന്നു. ഒന്നും അതുമല്ലായിരുന്നു, ഞങ്ങളല്ലെങ്കിൽ കിടത്തിയെങ്കിലും ഞങ്ങൾ പരിചരിച്ചേനെ, അങ്ങനെയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ. അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ലാത്ത ആൾക്കാർ. പക്ഷെ അതുപോലും കിട്ടിയില്ലല്ലോ, അങ്ങനെ പോലും തന്നില്ലല്ലോ അവർ ഞങ്ങൾക്ക്. ഇവിടെ നിർബന്ധം കാരണമാണ് വണ്ടി എടുത്തതും. അവളെക്കാട്ടി വലിയ തെറ്റാണ് അവൾ ചെയ്തത്. അവള് ഡോക്ടറാണ്. വണ്ടി ഇടിച്ചവിടെ കിടക്കുമ്പോൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും കയറ്റിയാണ്. അപ്പൊ അവളോട് നിർബന്ധിച്ചതിന് ശേഷമാണ് അവനൊരു മൊഴി പറയുന്നുണ്ട്, അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അവളുടെ അത് നിർബന്ധം, അവിടെ ദൃക്സാക്ഷികളുണ്ട് ഇത് കേട്ടതിന്. നടക്കത്തില്ല. അവള് ഡോക്ടർ അവൾക്ക് ഇറങ്ങി ഒന്ന് നോക്കാം, ഫസ്റ്റ് എയ്ഡ് അവിടെ ഇറങ്ങി അവൾക്ക് കൊടുക്കായിരുന്നു. അതുപോലെ അവളെ കയറ്റി ഇറക്കിയപ്പോൾ അവളുടെ നിർദ്ദേശത്തില്ല, അവളെ ദൃക്സാക്ഷികളുണ്ട്. അപ്പോൾ അവള് ഡോക്ടർ, നമ്മളെ എങ്ങനെ ഡോക്ടറിന് വിളിക്കും? അപ്പോൾ അവൻ ചെയ്തതിനെക്കാട്ടി വലിയ തെറ്റാണ് ഇവള് ചെയ്തത്. ഈ ഇതെന്ന് വെച്ചാൽ ജാമ്യം എന്ന് പറയുന്ന കേസ് ഇവിടം കൊണ്ട് തീർന്നില്ല. കേസ് അവളെ പരമാവധി ശിക്ഷ വരുന്ന നമ്മൾ അതിന്റെ പുറകിന് പോകും.